പ്രിയമുള്ളവരെ, ഉത്തരാഖണ്ഡിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിനും കൊൽക്കത്തയ്ക്ക് സമാനമായി 8 ദിവസങ്ങൾക്ക് ശേഷം 1.5 കിലോമീറ്റർ അകലെ കുറ്റിക്കാട്ടിൽ നിന്ന് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കണ്ടെത്തി. ഈ സംഭവത്തിന് ഏതാനും ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു റേപ്പ് മർഡർ കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയത്. അന്യന്റെ ജീവൻ നിലനിർത്തുന്നതിനായി ഭൂമിയിലെ ദൈവസ്പർശിയായ 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ട്രെയിനി ഡോക്ടറിനെ ഓഗസ്റ്റ് 10 കോളേജ് സെമിനാർ ഹാളിൽ സഞ്ജയ് റോയ് എന്ന ഒരു ചെറ്റ ആന്തരികാവയവങ്ങളിൽ പോലും സാരമായി പരിക്കേൽപ്പിച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സൂയിസൈഡ് ആണ് എന്ന നിലയ്ക്കും അസമയത്ത് എന്തിന് സെമിനാർ ഹാളിൽ പോയി എന്ന രീതിയിലും ഒരു പ്രിൻസിപ്പൽ എന്നതിനപ്പുറം, ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്നതിനപ്പുറം ഒരു കൊലപാതകയെ പോലെ ഉള്ള മാനസികാവസ്ഥയിലുള്ള പ്രതികരണമാണ്, സമീപനമാണ് RG കർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീം കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. ഇനിയൊരു ബലാത്സംഗമോ കൊലപാതകമോ സംഭവിക്കും വരെ കാത്തിരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്ക് ദേശീയ മാർഗരേഖയുണ്ടാക്കാൻ 10 അംഗ ദൗത്യസേനയും നിയോഗിച്ചു. ബംഗാൾ സർക്കാരും പ്രതിക്കൂട്ടിലാണോ? ആരാണ് പ്രതികളെ സംരക്ഷിക്കുന്നത്? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം പിന്നിടുമ്പോഴും ഈ രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന ചോദ്യം മാത്രം അവശേഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ജനങ്ങളുമായി അടുത്തിടപെട്ട് സമീപിക്കേണ്ടി വരുന്നവരാണ് ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും. സുപ്രീം കോടതിയുടെ ഈ വിധി ഡോക്ടേഴ്സിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ളതാവട്ടെ. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.